بسم الله الرحمن الرحيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب سيصلى نارا ذات لهب وامرأته حمالة الحطب وامرأته حمالة الحطب في جيدها حبل من مسد في جيدها حبل من مسد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد قل هو الله أحد الله الصمد الله الصمد لم يلد ولم يولد لم يلد ولم يولد ولم يكن له كفوا أحد ولم يكن له كفوا أحد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل أعوذ برب الفلق قل أعوذ برب الفلق من شر ما خلق من شر ما خلق ومن شر غاسق إذا وقب ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر النفاثات في العقد ومن شر حاسد إذا حسد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل أعوذ برب الناس قل أعوذ برب الناس ملك الناس ملك الناس إله الناس إله الناس من شر الوسواس الخناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس من الجنة والناس السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിന് ശേഷം അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചർച്ച ചെയ്യുവാനും ഉതകുന്ന നമ്മുടെ പഠന ക്ലാസ് വീണ്ടും ആരംഭിക്കുകയാണ്. നാം തുടർച്ചയായി പറഞ്ഞു വന്നിരുന്ന വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സോടുകൂടി ആരംഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളിലേക്ക് ഒരു സൂചന നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അല്ലാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്കെല്ലാം അവന്റെ മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിരന്തരമായി അവരുടെ ഹൃദയങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കേണ്ടുന്ന, ഏറ്റവും മഹത്തായ സ്വഭാവങ്ങൾ നിലനിൽക്കേണ്ടുന്ന ഒരു രീതിയിലായിരിക്കണം മുസ്ലിമീങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല ഇബാദത്തുകളും നിശ്ചയിച്ചു തന്നത് അതിലൂടെയെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിരന്തരമായി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഒരു മുസ്ലിം നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന 5 നേരത്തെ നമസ്കാരം, അതിന്റെ സമയങ്ങൾ പോലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ തക്ക രൂപത്തിലുള്ള കൃത്യമായ രീതിയിലാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, അഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. നീ നമസ്കാരം നിലനിർത്തുക, നിർവഹിക്കുക, ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി എന്നാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. സകാത്തിലൂടെ, അതുപോലെ തന്നെ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനത്തിലൂടെയെല്ലാം വളരെ പ്രധാനമായി അല്ലാഹു ഉദ്ദേശിച്ചത് ഇതേ കാര്യം തന്നെയാണ്. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ധാരണ, അവനെക്കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം, അവന്റെ ശിക്ഷകളെ കുറിച്ചുള്ള ഭയം, അവൻ തന്നെ അനുഗ്രഹിക്കും എന്ന ബോധം, അവൻ തന്നെ കാണുന്നു, തന്റെ സംസാരം കേൾക്കുന്നു, തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ ബോധം, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുവാൻ തന്നെയാണ് ഇസ്ലാം നിർബന്ധമാക്കിയ എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സമയം
അതിന്റെ മാസങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുള്ളത്. പടച്ചതമ്പുരാൻ അവന്റെ വചനങ്ങളിലൂടെ നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിങ്ങൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും വന്നിട്ടുള്ള ദുആകളിലേക്കും ദിക്റുകളിലേക്കും ഒരു ചെറിയ പരിശോധന നടത്തിയാൽ തന്നെ ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ധാരാളക്കണക്കിന് ദുആകളെയും ദിക്റുകളെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പക്ഷേ ഇന്ന് ദിക്റുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദുആഇനെ സംബന്ധിച്ചിടത്തോളം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആളുകൾ രണ്ട് തരക്കാരായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാകുന്നത്. ഒരു കൂട്ടം ആളുകൾ തീരെ ദിക്റുകൾ നിർവഹിക്കാത്തവരാണ്. അവർക്ക് നിത്യജീവിതത്തിലുള്ള ദിക്റുകൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പ്രാർത്ഥനകൾ എങ്ങനെ നിർവഹിക്കണം എന്നവർ പഠിച്ചിട്ടില്ല. അനിവാര്യമായും ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന ദുആകളും ദിക്റുകളും പോലും അവൻ മനസ്സിലാക്കിയിട്ടില്ല. നമസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ ദുആകൾ പോലും അറിഞ്ഞുകൂടാത്ത നല്ലൊരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ അതുപോലെ തന്നെ നാം നിർവഹിക്കേണ്ടുന്ന ദുആകളെ സംബന്ധിച്ച് ദിക്റുകളെ സംബന്ധിച്ച് ബോധമില്ലാത്ത ആളുകളുണ്ട്. മയ്യത്ത് നമസ്കാരം എന്നത് എങ്ങനെയെന്നറിയാത്ത നല്ലൊരു വിഭാഗം ആളുകളുണ്ട്. അതിലെ പ്രാർത്ഥനകൾ എങ്ങനെ ചൊല്ലണം എന്നറിയാത്ത ഭൂരിപക്ഷം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇങ്ങനെ ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നാം നിർവഹിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് മുഖേന നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനോ അറിയാനോ ശ്രമിച്ചിട്ടില്ലാത്ത, അതിന് താല്പര്യം കാണിച്ചിട്ടില്ലാത്ത, അതിനുവേണ്ടി സമയം വിനിയോഗിക്കാൻ തയ്യാറില്ലാത്ത നല്ലൊരു വിഭാഗം ആളുകളാണ് ഒരു വിഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദുആഇനെ സംബന്ധിച്ചും ബോധമില്ല, ദിക്റുകളെ സംബന്ധിച്ചും ബോധമില്ല, എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും ധാരണയില്ല. ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നമസ്കാരത്തിലെ ദിക്റുകൾ പോലും കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുവാൻ പോലും അവർക്ക് കഴിവില്ല. ഇതാണ് ഒരു വിഭാഗത്തിന്റെ സ്ഥിതി. വേറൊരു വിഭാഗം ആളുകൾ, അവർക്ക് ദുആകളും ദിക്റുകളും ഒക്കെ ഉണ്ട്, പക്ഷേ ഉള്ള ദുആകളും ദിക്റുകളും ചൊല്ലാൻ അവർക്ക് താല്പര്യമില്ല. അവർ ചൊല്ലുന്നതും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതുമായ ദുആകളും ദിക്റുകളും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച മേഖലകൾക്ക് അപ്പുറത്തുള്ള ദിക്റുകളാണ്. അവർ ഓരോരുത്തരുടെ കൈകളാൽ എഴുതിയുണ്ടാക്കി. മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ സംബന്ധിച്ച്, ജൂത പുരോഹിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആ പുരോഹിതന്മാരെ പിൻപറ്റുന്ന ആളുകളെ കുറിച്ചും പറഞ്ഞു. ومنهم أميون لا يعلمون الكتاب إلا أماني وإنهم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ജൂത പുരോഹിതന്മാരുടെയും അവരുടേതായ ചില അനുയായികളുടെയും സ്വഭാവം പറഞ്ഞതാണല്ല. മനുഷ്യന്മാർ അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അവർക്ക് വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് ഊഹാപോഹങ്ങളല്ലാതെ മറ്റൊന്നും അറിഞ്ഞുകൂടാ. തങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ളത് എന്താണെന്ന് കൃത്യമായി ധാരണയില്ല. എന്നിട്ടവർ ഫവൈലുല്ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം, അവരുടെ സ്വന്തം കരങ്ങൾ കൊണ്ടവർ കുറെ പുസ്തകങ്ങൾ എഴുതിയുണ്ടാക്കി. എന്നിട്ടവർ ജനങ്ങളോട് പറയുന്നു ഹാദാ മിൻ ഇൻദില്ലാഹി, ഇതൊക്കെ അല്ലാഹു അവതരിപ്പിച്ചു തന്നതാണെന്ന് പറയുന്നു. എന്തിനേലി യശ്തറൂ ബിഹി സമനം ഖലീല, അത് വളരെ തുച്ഛമായ നിരക്കതിനെ വിറ്റ് കാശാക്കുവാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫവൈലുല്ലഹും മിമ്മാ കതബത് ഐദീഹിം, അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയവയ്ക്ക് നാശം. വവൈലുല്ലഹും മിമ്മാ യക്സിബൂൻ, അവരെന്തിൽ നിന്നാണോ സമ്പാദിച്ചതെങ്കിൽ ആ സമ്പാദ്യവും നാശം തന്നെ.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറെ ആളുകൾ. അവർക്ക് അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരുന്ന ദുആകളോ ദിക്റുകളോ അല്ല അവർ ചൊല്ലുന്നത്. ആദ്യം പറഞ്ഞ കൂട്ടർക്ക് ഒന്നുമില്ല, അവർക്ക് ദുആയില്ല ദിക്റുമില്ല, ഒന്നും ചൊല്ലാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ നടക്കുന്നൊരു ഖൗമ്. വേറൊരു വിഭാഗം ആളുകൾ അവര് ദുആ ചെയ്യുന്നു, ദിക്ർ ചൊല്ലുന്നു, പക്ഷേ ഉള്ളതില്ല ദിക്റുകളും ഉള്ളതായ ദുആകളുമല്ല അവരുടെ ജീവിതത്തിൽ അവർ ദായിമായി കൊണ്ട് നടക്കുന്നത്. മറിച്ച് അവരെ ആരൊക്കെയോ പഠിപ്പിച്ചു കൊടുത്തു, അവർ ഏതൊക്കെയോ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് വാങ്ങി, അല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് വഴിവാണിപക്കാരിൽ നിന്ന് അവർ വാങ്ങി 333 വക ഏടുകൾ, 15 വക ഏടുകൾ, നിത്യജീവിതത്തിൽ ദായിമാക്കേണ്ട ദിക്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ അവർക്ക് തോന്നിയതുപോലെയുള്ള ദുആകളും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ എഴുതിയുണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു ഇതൊക്കെ അല്ലാഹ് ഇറക്കിയതാണ്, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്, ഇതൊക്കെ ഹദീസിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് പാമരന്മാരെ പറ്റിച്ച് ആ നിലക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. നമുക്ക് കാണാം പല സഹോദരിമാരുടെയും നിസ്കാരപ്പായക്കകത്ത് വീട്ടിൽ പോയി നോക്കിയാൽ, ഒരു മുസല്ല മറിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ നിസ്കാരപ്പായ ഇങ്ങനെ നിവർത്തിയാക്കാനായിരുന്ന ഒരു സാധനം കിട്ടുന്നു. ഒരു പുസ്തകത്തിന്റെ A4 സൈസ് വലിപ്പം ഉണ്ടാവില്ല, ഒരു ചെറിയ കട്ടിയിലൊരു പ്രാർത്ഥനാ പുസ്തകം. അതിന് തുടക്കത്തിൽ തന്നെ കാണാം 15 വക ഏടുകൾ, 33 വക ഏടുകൾ, 300 വക ഏടുകൾ, 111 വക ഏടുകൾ എന്നൊക്കെ കാണാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ ഇരുന്നിട്ട് ചൊല്ലാണ് കഞ്ചുൽ അർശ്, നാരിയ സലാത്ത്, നൂറുൽ ഈമാൻ ദുആ, സലാമത്തുൽ ഈമാൻ ദുആ, അതുപോലെ തന്നെ കമാലിയ സലാത്ത്, ഇങ്ങനെ കുറെ സലാത്തുകള്. അതുപോലെ തന്നെ ഹദ്ദാദ് റാത്തീബ്, മറ്റേ റാത്തീബ്, പൂക്കോയാന്റെ റാത്തീബ്, ഷാദുലി റാത്തീബ്, അങ്ങനെ റിഫായി റാത്തീബ്, മുഹീദ്ദീൻ റാത്തീബ്, ഇതൊക്കെ കൂടി കമച്ചുകൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബദരിയത്ത് ബൈത്ത്, ബദരിയത്തുൽ മങ്കൂസിയ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ഏടുകള്. ഇതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? നാരിയ സലാത്ത് ആര് പഠിപ്പിച്ചു? കഞ്ചുൽ അർശ് ആര് പഠിപ്പിച്ചു? നൂറുൽ ഈമാൻ ആര് പഠിപ്പിച്ചു? സലാമത്തുൽ ഈമാൻ ആര് പഠിപ്പിച്ചു? അതൊന്നും ചൊല്ലുന്ന ഉമ്മാമക്ക് അറിഞ്ഞുകൂടാ, സഹോദരിക്ക് അറിഞ്ഞുകൂടാ. എവിടുന്നാ അത് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ഞാൻ പണ്ട് അമ്പർത്ത തങ്ങൾ അവിടെ സിയാറത്തിന് പോയപ്പോ ആ മക്കാമെന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ നേർച്ചക്ക് പോയപ്പോ നേർച്ചപ്പറമ്പെന്ന് പുസ്തകങ്ങളും പാട്ടൊക്കെ വെക്കുന്ന ഒരു കാക്കുണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന്, ബുക്ക് സ്റ്റാളുകളിൽ നിന്ന്, വഴിവാണിപക്കാരിൽ നിന്ന്, സിയാറത്തിന് പോയ ഇടത്തു നിന്നൊക്കെ വിൽക്കാൻ വെച്ച ഇത്തരത്തിലുള്ള ഏടുകൾ ജൂത പുരോഹിതന്മാര് ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞില്ലേ? ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവരുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ട് അല്ലാഹ് ഇറക്കിയതാണെന്ന് പറയുന്ന അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ. അതാപ്പൊന്ന് നമ്മുടെ ഖൗമിന്റെ ഒരു ഭാഗത്തിന്റെ സ്ഥിതി. നേരത്തെ പറഞ്ഞവർക്ക് ഒന്നുമില്ല, ഇവർക്ക് കൂടിയിട്ടും പോയി. കൂടിയതെന്താ? ചെല്ലുന്നതൊക്കെ തെറ്റായ ദിക്റാണ്, സമയത്ത് ചെലവാക്കുകയാണ്. സുബഹിയാണ് നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ള നമുക്ക് എന്തൊക്കെ ദിക്ർ പഠിപ്പിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന ഒട്ടേറെ ദിക്റുകളുണ്ട്. ആ ദുആകളെയും ദിക്റുകളെയും ശൈത്താനങ്ങ് മാറ്റിവെച്ചു. ആ സ്ഥാനത്ത് ഏടുകൾ കയറിക്കൂടി. എന്നിട്ട് ഇരുന്ന് ചൊല്ലുകയാണ് 4444 വട്ടമൊക്കെ ഇരുന്ന് ചൊല്ലാണ് എണ്ണം കണക്കാക്കിയിട്ട്. ഇവനിത് വൈഹാർട്ടാക്കുന്നല്ലാതെ ഈ സലാത്തിന്റെ ഏടുകൾ ചൊല്ലിയിട്ട് അതിലുള്ള പദങ്ങൾ അവന് മനഃപ്പാഠമായി എന്നതല്ലാതെ, അവന്റെ നേരം കളഞ്ഞു എന്നതല്ലാതെ, അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം കിട്ടണമെങ്കിൽ ഒന്നുകിൽ അത് അല്ലാഹ് ഖുർആനിലൂടെ പഠിപ്പിച്ചതാകണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തിട്ട് ആ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചതെന്ന ദിക്റുകളോ ദുആകളോ ആയിരിക്കണം. അതല്ലാത്ത നിലക്ക് അവരവർക്ക് തോന്നിയ ദിക്ർ ചൊല്ലിയാൽ അതിന് പ്രത്യേകമായ എണ്ണവും അത് ചൊല്ലിയാലുള്ള പ്രതിഫലവുമൊക്കെ അവരവർ ഇഷ്ടം പോലെ നിർണയിച്ചിട്ട് ഇതൊക്കെ ചൊല്ലിയാൽ തന്നെ മതി, നിങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലായിക്കൊള്ളുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് ആ വഞ്ചനയിൽ കുടുങ്ങിയ ഒരുപാട് സാധുക്കള്, പ്രത്യേകിച്ച് സ്ത്രീകള്, ഇങ്ങനെ ഈ ഇല്ലാത്ത ദിക്റുകളും ദുആകളും ഔറാദുകളും ഒക്കെ ദായിമാക്കിക്കൊണ്ടിരിക്കുന്നു. അവ രണ്ട് കൂട്ടര്. ഒരു കൂട്ടർക്ക് ഒന്നുമില്ല, വേറൊരു കൂട്ടർക്ക് ഒരുപാടുണ്ട്, പക്ഷേ ഒക്കെ ഇല്ലാത്തതാ ചെല്ലുന്നത്. ഇത് രണ്ടിന്റെയും ഇടയിലാണ് ഹക്ക്, ഇത് രണ്ടിന്റെ ഇടയിലാ സത്യം. ഇത് ഒഴിവാക്കുന്ന പരിപാടി മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ള ദിക്റുകൾ മുസ്ലിമീങ്ങൾ അറിയണം, ദുആകൾ മുസ്ലിമീങ്ങൾ അറിയണം, അത് നിത്യവും ദായിമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുള്ള പദങ്ങൾ പഠിക്കണം, അതിന്റെ അർത്ഥം ഗ്രഹിക്കണം, ആശയം ഗ്രഹിക്കണം. എന്നാലോ ചൊല്ലുമ്പോ നേരത്തെ പറഞ്ഞ ഈ ഖൗമ് ചൊല്ലുന്നത് പോലെ ഇല്ലാത്തത് ഒരുപാട് വാരി വലിച്ചു ചൊല്ലരുത്.
ചൊല്ലുന്നതൊക്കെ രേഖയുള്ളതാണോ എന്ന് പരിശോധിക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ആദ്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുവാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ നമുക്ക് കാണാം. വഖദ് സബത ഫീ സഹീഹി മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും അല്ലാഹുവിന്റെ പ്രവാചകൻ, കാന യദ്കുറു റബ്ബഹു ഫീ കുല്ലി അഹ്യാനിഹി, റസൂലുള്ള തന്റെ എല്ലാ സന്ദർഭങ്ങളിലും തന്റെ നാഥനെ ഓർക്കാറുണ്ടായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് ലാ യദഉ ദിക്റല്ലാഹി അസ്സ വജല്ല ഫീ അയ്യി ഹാലിൻ മിനൽ അഹ്വാലി ഫീ ലൈലിഹി വനഹാരിഹി വസബാഹിഹി വമസാഇഹി വസഫരിഹി വഹദരിഹി വഖിയാമിഹി വഖുഊദിഹി വസായിരി അഹ്വാലിഹി. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മ ഒരവസരത്തിലും റസൂലുള്ള ഒഴിവാക്കാറില്ല. അവിടുത്തെ രാത്രിയിലും പകലിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാത്രയിലും നാട്ടിലായിരിക്കുമ്പോഴും നൃത്തത്തിലും ഇരുത്തത്തിലും മറ്റെല്ലാ അവസരങ്ങളിലും ഫലാ യുബാശിറു അയ്യാമലിൻ മിനൽ അഅ്മാലി മിൻ നൗമിൻ വഖിയാമിൻ വദുഖൂലിൻ വഖുറൂജിൻ വറുകൂബിൻ വനുസൂലിൻ ഇലാ ഗൈരി ദാലിക ഇല്ലാ വബദഅഹു ബിദിക്രില്ലാഹി അസ്സ വജല്ല വദുആഇഹി. ഇതാണ് പറഞ്ഞതിന്റെ ആശയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാറില്ല. മിൻ നൗമിൻ, ഉറങ്ങാൻ ഉദ്ദേശിക്കുകയാവട്ടെ, വഖിയാമിൻ, എവിടേക്കെങ്കിലും പോകാൻ ഉദ്ദേശിച്ചാലും എവിടേക്കെങ്കിലും പുറപ്പെടാൻ ഉദ്ദേശിച്ചാലും എവിടെ നിന്നെങ്കിലും തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴാവട്ടെ, റുകൂബിൻ വനുസൂലിൻ, വാഹനത്തിൽ കയറുമ്പോഴും മറ്റവസരങ്ങളിലുമൊക്കെ ഇല്ലാ വബദഅഹു ബിദിക്രില്ലാഹി അസ്സ വജല്ല വദുആഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭങ്ങളിലൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ള ദുആകളെയും ദിക്റുകളെയും നേരിട്ട് അല്ലാഹുവിനോട് നിർവഹിച്ചിട്ടല്ലാതെ റസൂലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കും പ്രവേശിക്കാറില്ല എന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ സ്വഭാവം സഹാബിമാരത് നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. കാരണം മുസ്ലിമിന്റെ ജീവിതം അല്ലാഹുവിന്റെ സ്മരണയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഖുർആൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും മഹത്തായ പ്രതിഫലവുമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ഭാഗ്യവാന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി എന്നിങ്ങനെ കുറെ സ്വഭാവങ്ങൾ സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ അവരിൽ എപ്പോഴും നിലനിൽക്കേണ്ടുന്ന ഗുണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാനമായി അല്ലാഹു തആല പറയുന്നു, വദ്ദാകിരീനല്ലാഹ കസീറാ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. വദ്ദാകിരീനല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, വദ്ദാകിറാതി, അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും. ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടിരിക്കുക. അതിന് അല്ലാഹുവിനെ ഓർക്കാൻ പല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിർബന്ധമായി നമുക്ക് ഓർക്കാനുള്ള അവസരങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ സുബഹി നമസ്കാരത്തിലൂടെ ദിക്റുകളുണ്ട്, ഉച്ചക്ക് വീണ്ടും ഉണ്ട്, വൈകുന്നേരമായാൽ അസറിലൂടെയുണ്ട്, രാത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മഗ്രിബിലും ഇശായിലുമുണ്ട്. ഇതിങ്ങനെ 5 നേരം നിർബന്ധമായി നമുക്ക് അവസരമുണ്ടാക്കി. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നിർബന്ധമായ നിലക്കും ഐച്ഛികമായ നിലക്കുമൊക്കെ നിരന്തരം നമ്മുടെ മനസ്സിൽ നാം ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്ന ലക്ഷ്യം മറക്കാതിരിക്കാൻ നമ്മെ ഇങ്ങോട്ട് അയച്ച സർവശക്തനായ നാഥന്റെ കൽപ്പനകളെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുവാൻ, അതിനെതിരായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ വരാതിരിക്കുവാൻ വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സർവ്വവിധത്തിലുള്ള ഇബാദത്തുകളെയും ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൂടെയൊക്കെ നിരന്തരം ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ, അതുപോലെ തന്നെ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് എന്താ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്? അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. അല്ലാഹു തആല അവർക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ, അവന്റെ പാപമോചനം. പാപമോചനമാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്ന ഒന്നാമത്തെ ഗുണം. ധാരാളമായി നാം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം, നമ്മൾ മനുഷ്യരാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാ മനുഷ്യന്മാരും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പാപം ചെയ്യാത്ത മനുഷ്യന്മാരായി ഈ ലോകത്ത് ഒരാളുമില്ല. അതിനുള്ള പ്രൊട്ടക്ഷൻ നൽകപ്പെട്ടിട്ടുള്ള അമ്പിയാക്കന്മാരൊഴികെ.
അമ്പിയാക്കന്മാർക്ക് പാപം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പ്രത്യേകം പ്രൊട്ടക്ഷനും കാവലുമുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അമ്പിയാക്കന്മാരെ കുറിച്ച് അവർ മഅസൂമുകളാണെന്ന് പറയുന്നത്. പാപം ചെയ്യാൻ അവർക്ക് കഴിവില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പാപം ചെയ്യാൻ കഴിവില്ലാത്ത വിധം പടക്കപ്പെട്ടിട്ടുള്ളവർ മലക്കുകളാണ്. പ്രവാചകന്മാര് മനുഷ്യന്മാര് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് പാപം ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷേ പാപം അവരിൽ നിന്ന് വരാതെ അല്ലാഹു അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്നാണ് മഅസൂമീങ്ങൾ എന്നവരെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ അർത്ഥം. അവരല്ലാത്ത മനുഷ്യന്മാരിൽ നിന്നെല്ലാം വൻപാപങ്ങൾ വലിയ തോതിൽ തന്നെ സംഭവിച്ചേക്കാവുന്നതാണ്. എന്നാലും അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നവർക്ക് അത് വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹു ഒന്നാമതായി ഓഫർ ചെയ്യുന്നത് അവന്റെ പാപമോചനമാണ്. വഅജ്റൻ അദീമാ, ഏറ്റവും മഹത്തായ പ്രതിഫലവും. അള്ളാഹുവിന്റെ ഭാഷയിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജന്ന, സ്വർഗമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക്, ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം, അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഇത് പറയുമ്പോൾ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നു, നീ മഗ്ഫിറത്തിലേക്ക് പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. ഇത് രണ്ടും നേടാനിതാ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം ഇതാ നമുക്ക് മറ്റൊരവസരം വരുന്നു. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ആരാധന കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവരല്ല. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ അവർ മറ്റൊന്നിനു വേണ്ടി അധ്വാനിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ നിന്റെ റബ്ബിലേക്ക് എപ്പോഴും നീ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. ഒരു പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചാൽ നീ അലസനായിരിക്കേണ്ടവനല്ല, മറ്റൊന്നിൽ നീ വ്യാപരിക്കേണ്ടവനാണ്, വ്യാപൃതനാവേണ്ടതാണ്. പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ മഗ്ഫിറത്തിന് വേണ്ടിയാണ് പാടുപെട്ടത്, സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ് അധ്വാനിച്ചത്. എങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഇതാ ലോക മുസ്ലിമീങ്ങൾ മറ്റൊരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. എന്താണ് ആ പ്രവർത്തനമെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്. ആരെങ്കിലും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചപ്പോ അവൻ അരുതാത്ത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചയാൾ മടങ്ങിപ്പോരുമ്പോ റജഅകയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ച 1-ാം തീയതിയിലെ പോലെ ശുദ്ധഹൃദയനായി കൊണ്ടാണ് ഒരാൾ മടങ്ങി വരുന്നത്. അപ്പൊ ഹജ്ജിലൂടെ ഒരാൾക്ക് നേടാൻ കഴിയുന്നത് മഗ്ഫിറത്താണ്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നത് ഹജ്ജിലൂടെയാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് മഗ്ഫിറത്താണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം, അൽ ഹജ്ജുൽ മബ്റൂർ. മബ്റൂറായ സ്വീകാര്യോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നും റസൂലുള്ള പറയുന്നു. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ ഹജ്ജിന്റെ വിഷയത്തിൽ റസൂലുള്ള 2 സ്ഥലത്തായി പറഞ്ഞു. ആയത്തിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, വസാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടു പൊയ്ക്കോ, പെട്ടെന്ന് പൊയ്ക്കോ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് പെട്ടെന്ന് പൊയ്ക്കോ, വജന്നത്തിൻ അർളുഹാ, സ്വർഗത്തിലേക്കും പൊയ്ക്കോ. അർളുഹാ, ആ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത് അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളമാണ്. അത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് വേണ്ടി അല്ലാഹു അത് ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഹജ്ജിന്റേതായ കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയമാണ്. അതിന്റെ പെട്ടെന്ന് കാര്യം തീരുമാനിക്കേണ്ട നേരമാണ്. ഈ വർഷത്തിൽ നമുക്കുള്ള ചാൻസ് തീരാൻ പോവുകയാണ്. അടുത്ത ഭാവിയിൽ എന്ത് നമുക്ക് സംഭവിക്കുമെന്നറിഞ്ഞുകൂടല്ലോ. റസൂലുള്ള നമ്മളോട് അറിയിക്കുകയാണ്, മൻ അറാദ അഹദുകുമുൽ ഹജ്ജ ഫൽയതഅജ്ജൽ, നിങ്ങളിൽ ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യം അങ്ങ് ചെയ്തോളണം. വിചാരിക്കുമ്പോ തന്നെ നടക്കുന്ന വിഷയമല്ലല്ലോ ഹജ്ജ്. അതിന് നിർണയിക്കപ്പെട്ട മാസങ്ങളും ദിവസങ്ങളുമുണ്ട്. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അതിന് ചാൻസ് നമുക്ക് ലഭിക്കുന്നത്, ഉംറ പോലെയല്ല. അതുകൊണ്ട് അവസരമെത്തിയിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടതാണ്, നാളേക്ക് നീട്ടിവെക്കാനോ അടുത്ത വർഷത്തേക്ക് നീട്ടിവെക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിലേക്ക് നീട്ടിവെക്കാനോ നമുക്ക് കഴിവുണ്ടോ? കാരണം നമുക്കറിയാമോ നമ്മുടെ വിഷയം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? നമുക്കറിയാമോ എന്ത് നമ്മൾ നാളെ ഇവിടെ ഉണ്ടാകുമോ എന്ന്?
അറിയാമോ? അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇവിടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയാമോ? ഒരിക്കലുമില്ല. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസവ്വദ് മിനത് തഖ്വാ, തഖ്വയിൽ നിന്ന് വേണ്ട രൂപത്തിൽ നീ നേടിയെടുത്തോ. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് പെട്ടെന്ന് ചെയ്തു കൊള്ളണം. കാരണം പിന്നേക്ക് നീട്ടി വെക്കരുത്. ഫഇന്നക ലാ തദ്രീ, തീർച്ചയായും ഹേ മനുഷ്യ നിനക്കറിഞ്ഞുകൂടല്ലോ. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഇതാ ഇപ്പൊ നമ്മൾ രാത്രിയിലാണല്ലോ. ഈ രാത്രിയിൽ നിങ്ങളോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലാർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? ഫജ്ർ വരെ നമ്മൾ ഈ ഭൂമിപ്പുറത്തുണ്ടാകുമെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല, നമുക്കതിന് കഴിയില്ല. ഇനി രോഗമൊന്നുമില്ലല്ലോ, ഇപ്പൊ എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാമല്ലോ എന്നാണോ ധാരണ? അല്ലെങ്കിൽ രോഗിയായിട്ട് കിടക്കുന്നത് കൊണ്ട് മരിച്ചോളണമെന്നുണ്ടോ? അതൊന്നുമില്ല. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി വകം മിൻ സലീമിൻ, എത്രയെത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, എത്രയെത്ര ആരോഗ്യമുള്ള യൗവനമുള്ള മനുഷ്യന്മാരാണ്. മാത മിൻ ഗൈരി ഇല്ലത്തി, യാതൊരു അസുഖവും കൂടാതെ പെട്ടെന്നതാ മരിച്ചു പോകുന്നു. അപ്പൊ മരണം എന്നതിന് അസുഖം വന്നുകൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി, എത്രയോ രോഗികൾ വർഷങ്ങളോളമായിട്ട് മഞ്ചലിൽ കിടപ്പാണ്. എത്രയോ രോഗികൾ വർഷങ്ങളോളമായിട്ട് ഹോസ്പിറ്റലുകളിൽ കിടപ്പാണ്. വീടുകളിൽ അവർ നരകയാതന അനുഭവിക്കുകയാണ്. ഒന്നും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പരിചരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് വരെ തോന്നിത്തുടങ്ങുന്ന നിലക്ക് ഒരുപാട് കാലം കട്ടിലിൽ തന്നെ തളർന്നു കിടപ്പുള്ള എത്രയോ രോഗികളുണ്ട്, അവരിന്നും മരിച്ചിട്ടില്ല. അപ്പൊ രോഗമുണ്ടായത് കൊണ്ട് മരിച്ചു കൊള്ളണം എന്നില്ല. ആരോഗ്യമുള്ളത് കൊണ്ട് നീ ഒരുപാട് കാലം ജീവിച്ചു കൊള്ളണമെന്നുമില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്തോ. വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി, എത്രയോ ചെറുപ്പക്കാര് യുംസി വയുസ്ബിഹു ആമിന, നമ്മളെ പോലെയുള്ള ചിന്താഗതി. അവർ രാവിലെയും വൈകുന്നേരവും ഒക്കെ അവർ സുഖമായി ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷേ അവൻ അറിഞ്ഞുകൂടല്ലോ, വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കുളിപ്പിച്ച ശേഷം കഫൻ ചെയ്യാനുള്ള കഫൻ പുടവ ഇതാ അടുത്ത ടെക്സ്റ്റൈലിലെത്തിയ വിവരം അവനുണ്ടോ അറിയുന്നു. നമ്മളെയൊക്കെ കഫൻ ചെയ്യാനുള്ള തുണി ഇപ്പൊ നെയ്തെടുക്കപ്പെട്ട് ഏതോ ഷോപ്പിലെത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. ഇന്ന് ധരിച്ചിട്ടുള്ള വസ്ത്രം നമ്മളാണോ ഊരിയെടുക്കുക, അതോ നമ്മുടെ ജനാസ കുളിപ്പിക്കുന്ന മനുഷ്യനാണോ വസ്ത്രം ഊരിയെടുക്കുക എന്ന് നമുക്കറിയില്ല. ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഹജ്ജിന് സമയം, ഹജ്ജിന് ഒരുങ്ങേണ്ടുന്ന സമയമാണ്. ഓരോ പ്രതിബന്ധങ്ങൾ പറഞ്ഞിട്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിലപ്പോകാത്ത പ്രതിബന്ധങ്ങൾ പറഞ്ഞിട്ട് കാലം നീട്ടിവെക്കുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നമ്മളോട് പറയുന്നു, ചെയ്യാൻ കഴിവുണ്ടായിട്ട് ആരെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിനോടുള്ള ഈ കടമ നിർവഹിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അല്ലാഹുവിന് ഇവരുടെ യാതൊന്നും ആവശ്യമില്ലാത്ത വണ്ണം അല്ലാഹു ഐശ്വര്യമുള്ളവനാണ്. നമ്മൾ ഹജ്ജിന് പോയില്ല, അല്ലെങ്കിൽ ഉംറ ചെയ്തില്ല, അല്ലെങ്കിൽ നിസ്കരിച്ചില്ല, അതുകൊണ്ട് പടച്ചോനൊന്നും വരല്ല. അല്ലാഹുവിനൊന്നും ആവശ്യമില്ല. പിന്നെന്തിനാണ്? ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ ചിന്തിക്കുക. ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞേണ്ടതില്ല. നമ്മുടെ കാരണങ്ങൾ പരലോകത്ത് സ്വീകാര്യയോഗ്യമാകുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ആ കർമ്മത്തിനുള്ള ഈ വർഷത്തിലെ അവസാന അവസരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു തആല ഇവിടെ പറയുന്നുവെന്ന് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, ധാരാളമായി അവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, അവരെ കുറിച്ചും അല്ലാഹു തആല പറഞ്ഞത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു, വഅജ്റൻ അദീമാ, ഏറ്റവും വമ്പിച്ച പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയാണ്, അൽ മുറാദ്,
ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യദ്കുറൂനല്ലാഹ, ആണാവട്ടെ പെണ്ണാവട്ടെ അവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്. ഫി അദ്ബാരി സ്വലവാത്തി, നമസ്കാരങ്ങൾക്ക് പിറകെ, വഗുദുവൻ വഅശിയ്യാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും, വഫിൽ മളാജിഇ, അവരുടെ കിടപ്പുസ്ഥാനങ്ങളിലും, വകുല്ലമസ്തൈഖള മിൻ നൗമിഹി, ഉറക്കിൽ നിന്ന് ഉണരുന്ന വേളയിലും, വകുല്ലമാ ഗദാ ഔ റഹ മിൻ മൻസിലിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരുടെ വീടുകളിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോഴും വൈകുന്നേരത്ത് ഇറങ്ങുമ്പോഴും ഒക്കെ നിലനിർത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ മറ്റൊരു താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ലാ യകൂനു മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാതി ഹത്താ യദ്കുറല്ലാഹ ഖായിമൻ വഖായിദൻ വമുദ്തജിആ. അല്ലാഹു ഈ പറഞ്ഞതുപോലെയുള്ള ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാര്, സ്ത്രീകൾ എന്ന് പറയുന്ന ഗണത്തിൽ പെടണമെങ്കിൽ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ അല്ലാഹുവിനെ ഓർക്കുന്നവരായി തീരണം. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന്. അപ്പൊ ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടുള്ള ദൈനംദിനം നാം ചൊല്ലിയിരിക്കേണ്ടുന്ന, ദിനംതോറും നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ദിക്റുകളുണ്ട്. ആ ദിക്റുകളെ കുറിച്ചുള്ള അശ്രദ്ധയാണെന്ന് മുസ്ലിമീങ്ങളെ ഒരുപാട് അബദ്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. ആ ദിക്റുകളെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണ്, ആ ദിക്റുകളുടെ ആശയങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ് മനുഷ്യനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അതിനെന്ത് വേണമെന്നോ, ദിക്റുകൾ ഇങ്ങനെ മനസ്സറിയാതെ നാവുകൊണ്ട് കേവലം ചൊല്ലിപ്പറഞ്ഞതുകൊണ്ടും പ്രയോജനമില്ല. ഖാല ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഅഫ്ളലു ദിക്രി വഅൻഫഉഹു മാ വഖഅൽ ഖൽബു വൽ ലിസാന വകാന മിനൽ അദ്കാരി നബവിയ്യതി വശഹിദ അദ്ദാകിറു മആനിഹി വമഖാസിദഹു. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വചനാണ്. ദിക്റുകൾ ചൊല്ലുമ്പോ മുസ്ലിമീങ്ങൾ കേവലം അങ്ങനെ നിസ്കാരത്തിന്റെ അകത്താവട്ടെ പുറത്താവട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാകട്ടെ, വാഹനത്തിൽ കയറുമ്പോഴോ പള്ളിയിൽ കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ, ഉറങ്ങാൻ നേരത്തോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ കഴിച്ചു കഴിഞ്ഞാലോ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മേഖലകളിൽ ദിക്റുണ്ടല്ലോ, ദുആയുണ്ടല്ലോ. അതൊക്കെ ചൊല്ലുന്ന മുസ്ലിമിൽ അത് ചൊല്ലുന്ന വേളയിൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഏറ്റവും അഫ്ളലായ ദിക്ർ എന്ന് പറഞ്ഞാൽ വഅഫ്ളലു ദിക്രി വഅൻഫഉഹു, ദിക്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായി വരുന്ന ശ്രേഷ്ഠമായ ദിക്റായി തീരുന്നത് എപ്പോഴാണെന്നോ, മാ വഖഅൽ ഖൽബുൽ ലിസാൻ, നാവ് കൊണ്ട് പറയുന്നതിനെ ഹൃദയം യോജിക്കുമ്പോൾ മാത്രമാണ്. നാവ് കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നു, ആശയം എന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്താണ് ആ പറയുന്നതെന്ന് മനസ്സിലായിട്ടില്ല, അപ്പോൾ അതിന് വലിയ വിലയൊന്നും ഉണ്ടാവുകയില്ല. മറിച്ച് നമ്മൾ ഏതവസരത്തിലും ദിക്ർ ചൊല്ലുമ്പോഴും ദുആ ഇരക്കുമ്പോഴും, അത് നിസ്കാരത്തിന്റെ അകത്താകട്ടെ പുറത്താകട്ടെ, ഏത് സന്ദർഭത്തിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പറയുന്നത് എന്താണെന്ന് നമ്മുടെ ഹൃദയത്തിന് മനസ്സിലാകണം, അഥവാ അതിന്റെ ആശയം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വകാന മിനൽ അദ്കാരി നബവിയ്യ, ചൊല്ലുന്ന ഏതെങ്കിലും ദിക്റായാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ ആളെ പറ്റിക്കാൻ വേണ്ടി ഏടുകളിൽ ദിക്റുകൾ വിൽക്കുന്ന ആളുകളുടെ കള്ള ദിക്റുകളിലേക്ക് പോകണ്ട. വകാന മിനൽ അദ്കാരി നബവിയ്യതി, റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചിരുന്ന ദിക്റുകൾ ഇവിടെ ആയിരക്കണക്കിനുണ്ട്. ആ ദിക്റുകളിൽ പെട്ടതാണോ ചൊല്ലുന്നത് എന്ന് പരിശോധിക്കണം. വശഹിദ അദ്ദാകിറു മആനിഹി വമഖാസിദഹു, അതിന്റെ ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മുസ്ലിം അതിന് സാക്ഷിയാകുന്ന നിലക്ക് അവനത് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്താലേ ആ ദിക്ർ ഏറ്റവും ശ്രേഷ്ഠകരവും അവന് പ്രയോജനപ്രദവും ആയി തീരുകയുള്ളൂ. ഇതൊന്ന് മുസ്ലിമീങ്ങൾ ആരാ ചിന്തിച്ചത്? നമ്മളിങ്ങനെ ചൊല്ലും ദിക്ർ, നിസ്കാരത്തിൽ കുറേ ദിക്ർ, വജ്ജഹത്ത് മുതൽ കൈകെട്ടിയത് മുതൽ മസീഹ് ദജ്ജാൽ വരെ ഒരുപാട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാലും കുറെ പറയുന്നുണ്ട്. അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്ന ആൾക്കാരെന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവനതിന്റെ ആശയം അറിഞ്ഞുകൂടാ. ഒരു സുബ്ഹാനല്ലാഹയുടെ വെയിറ്റ് എത്രയാണ്, എന്താണ് അതിന്റെ ആശയം, എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത രൂപത്തിലാണ് ചൊല്ലുന്നത്. അള്ളാഹു ആണെങ്കിൽ നമ്മളോട് നിരന്തരമായി ആവശ്യപ്പെടുന്നുമുണ്ട്. എന്ത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. അത് തന്നെ ചില പ്രത്യേക സമയങ്ങൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ,
നീ പ്രദോഷ സമയത്ത് അഥവാ വൈകുന്നേര സമയത്തും അതുപോലെ തന്നെ പ്രഭാത സമയത്തും നീ അല്ലാഹുവിനെ പ്രത്യേകമായി നീ വാഴ്ത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നു. സൂറത്ത് ഖാഫില 39-ാമത്തെ ആയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ്. നീ നിന്റെ റബ്ബിന്റെ സ്തുതിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, നീ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ്, വഖബ്ലൽ ഗുറൂബ്, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും. വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. ബുക്റതൻ വഅസീലാ, ബുക്റ എന്ന് പറഞ്ഞാൽ ഇബ്കാർ എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു. പ്രഭാത സമയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുബഹിയായ സമയം മുതൽ സൂര്യോദയത്തിന്റെ നേരത്തിന് ഇടക്കുള്ള സമയം, അതാണ് ഈ ഇബ്കാറിന്റെ പ്രധാനപ്പെട്ട നേരം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്തിൽ ദിക്റുകൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ സൂര്യോദയം വരെ റസൂലുള്ള ഇരിക്കും. അങ്ങനെ സൂര്യൻ ഉദിച്ച് നന്നായി ഒരു മുഴം ഉയരുന്നത് വരെ റസൂലുള്ള അവിടെ തന്നെ ദുആകളും ദിക്റുകളുമായി കഴിച്ചു കൂട്ടിയിട്ട് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് റസൂലുള്ള മടങ്ങിപ്പോകുന്നത്. ആ രൂപത്തിൽ ഒരാൾ സുബഹി നമസ്കരിച്ചിട്ട് നിസ്കരിച്ച അതേ സ്ഥലത്തിരിഞ്ഞുകൊണ്ട് ദിക്റുകളും തസ്ബീഹുകളും ദുആകളും ഖുർആൻ പാരായണവും ഒക്കെയായി സൂര്യോദയം വരെ കഴിയുകയും അങ്ങനെ സൂര്യൻ ഉദിച്ചൊരൽപ്പം അങ്ങ് ഉയർന്നതിന്റെ ശേഷം 2 റക്അത്ത് ദുഹാ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടാണ് ഒരുത്തൻ പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതെങ്കിൽ അവൻ ഉംറ ചെയ്തവനെ പോലെയാണ്, ഒരു ഉംറയുടെ പ്രതിഫലമാണതിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കാശില്ലാതെ ചെലവില്ലാതെ ഒരു ഉംറ ചെയ്തുകൂടെ? ഉംറ ചെയ്യാൻ നാട്ടിൽ വെച്ച് അവനവന്റെ പള്ളിയിൽ വെച്ച് ചെയ്യാനുള്ള അവസരമാണിത്. അതിന് റസൂലുള്ള പറഞ്ഞതാണ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഒഴിവില്ലാത്ത അന്ന് ഡ്യൂട്ടിയില്ലാത്ത ദിവസങ്ങളെങ്കിലും ചെയ്തുകൂടെ? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിച്ച അതേ സ്ഥലത്തിരിഞ്ഞുകൊണ്ട് ദുആകൾ ചെയ്തോ, ദിക്റുകൾ ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ. അങ്ങനെ നേരം എങ്ങനെ ഉളുവോട് കൂടെ തന്നെ അവിടെ ഇരുന്ന് സൂര്യൻ ഉദിച്ചു ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചോ ഇല്ലേ എന്ന് പുറത്തുനിന്ന് വെയിൽ വരുമ്പോഴും ഇല്ലെങ്കിൽ കലണ്ടറിൽ നോക്കിക്കോ, അവിടെ കാണാം സൂര്യോദയത്തിന്റെ ടൈം എഴുതിയിട്ടുണ്ട്. അതും കഴിഞ്ഞൊരു 10-15-20 മിനിറ്റ് കൂടി അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോയാൽ ഒരു ഉംറയുടെ പ്രതിഫലം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നമുക്കത് ചെയ്തുകൂടെ? അപ്പൊ ആ നേരത്തിന്റെ പ്രത്യേകതയാണത്. പിന്നെ ഖുർആൻ പറയുന്നു ബുക്റത്തൻ എന്ന് പറഞ്ഞതിന്റെ പുറമെ വഅസീലാ, അസീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നോ, അസീൽ എന്ന് പറഞ്ഞാൽ മാബൈനൽ അസ്രി വ ഗുറൂബി ശംസി, അതാണ് അസീൽ. അസീൽ എന്ന് പറഞ്ഞാൽ മാബൈനൽ അസ്രി വ ഗുറൂബി ശംസ്, അസർ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന്റെയും ഇടക്കുള്ള സമയം. അപ്പൊ അസർ മുതൽ മഗ്രിബ് വരെ ഇടക്കുള്ള സമയം കൂടുതലായി അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കേണ്ടുന്ന സന്ദർഭമാണ്. ധാരാളമായി അല്ലാഹു ഓർത്തുകൊണ്ടിരിക്കേണ്ടുന്ന സമയമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസത്തിൽ 100 തവണയെങ്കിലും ചൊല്ലിക്കോ. ആർക്കാണ് പ്രയാസമുള്ളത്? ചൊല്ലിക്കൂടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ നമ്മൾ ഓരോ ദിവസവും ചൊല്ലുക. അത് രാവിലെയും ചൊല്ലാം, വൈകുന്നേരവും ചൊല്ലാം. ഇനി വൈകുന്നേര സമയത്ത് നമുക്ക് എണ്ണവും കണക്കുമില്ലാതെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, അതിന് അല്ലാഹു അവന്റെ റസൂലോ നമ്മളോട് എണ്ണം പിടിക്കാൻ നിശ്ചയിച്ചിട്ടില്ലാത്തത് കൊണ്ട് എണ്ണം പിടിക്കേണ്ടതില്ല. നിരന്തരമായി നമ്മൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്കങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സമയം പറഞ്ഞു തന്നു. ഫസുബ്ഹാനല്ലാഹ് ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ, വൈകുന്നേര സമയത്തും പ്രഭാതത്തിന്റെ സമയത്തിലുമൊക്കെ അവര് തസ്ബീഹുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്ന ധ്വനിയാണ് ആയത്തിലുള്ളത്. അപ്പൊ നമ്മൾ പ്രവാചകൻ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ പ്രത്യേകത പറഞ്ഞു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ദിക്റുകൾക്ക് തസ്ബീഹുകൾക്ക് പ്രത്യേകത പറഞ്ഞു. അവ നമ്മളും അത് നിർവഹിക്കുക. നമുക്ക് അതിന് നേരല്ല. ആരും ഇത് ചെല്ലാതെ ചില ആൾക്കാർ ദിക്റല്ലാത്തവനെ തീരെ അതിന് ശ്രദ്ധിക്കൂല. ചൊല്ലണോനോ മേനക്കെട്ട് കുത്തിരുന്നു കാണ്ടോ നാരിയ സലാത്തി ഇല്ല കാര്യമായിട്ട് സുബഹിക്ക് ശേഷം
ഏട് നോക്കിയിട്ട് ഇങ്ങനെ ആര്യ സലാത്തിയല്ല മാലിയും മറിച്ചിട്ട് 4444 തേക്കാൻ വേണ്ടി ടിക് 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 സുബ്ഹാനല്ലാഹ് സാധനം ഉണ്ട്, ആ യന്ത്രം അത് കൊടുത്തുങ്ങാണ്ട് ഇങ്ങനെ മണിക്കാണ്. ഇവനെന്താ ചൊല്ലണത്? ഇതാ പറഞ്ഞത്, ചൊല്ലാത്തവന് തീരല്ലേനും ഉള്ളവനാണെങ്കിൽ ചൊല്ലണമൊക്കെ അല്ലാത്തതുമാണ്. ഇത് രണ്ടിന്റെ ഇടയിൽ ആ ഹക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉള്ളത് ചൊല്ല, ഉള്ളത് ചൊല്ലിക്കോ. റസൂൽ പറഞ്ഞില്ലേ എന്തൊക്കെ ചൊല്ലാം? ഒരു സാമ്പിൾ കേട്ടോളൂ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം ثلاث مرات لم يضره شيء. അബൂദാവൂദിലും തിർമിദിയിലും ഒക്കെ സഹീഹായ നിലക്ക് വന്നിട്ടുള്ള ഹദീസാണ്. എന്താണ് ഇതിന്റെ ആശയം? റസൂലുള്ള നമ്മളോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു അടിമ യഖൂലു, അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫീ സബാഹി കുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിലെയും പ്രഭാതത്തിൽ, വമസാഹി കുല്ലി ലൈലത്തിൻ, എല്ലാ രാവിന്റെയും മുമ്പുള്ള വൈകുന്നേരത്തിലും ഓരോ മനുഷ്യനും ഇങ്ങനെ പറയുന്നു. എങ്ങനെ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ അസ്-സമീഉൽ അലീം എന്ന് 3 തവണ ഒരാൾ പറഞ്ഞാൽ, രാവിലെയും വൈകുന്നേരവും ഒക്കെ 3 തവണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ലം യദുറഹു ശൈഉൻ, ഒരു വസ്തുവും പിന്നീട് അവനെ ഉപദ്രവിക്കുന്നതല്ല. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലണം. എല്ലാവരും ചൊല്ലി നോക്കൂ, പറഞ്ഞു നോക്കൂ, പ്രയാസമില്ലാത്തതാണ്. എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം. എന്താണ് ഇതിന്റെ ആശയം? ബിസ്മില്ലാഹി, അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ, ഇതാ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ കാവലിനെ ചോദിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകത? അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, അവന്റെ നാമത്തോടൊപ്പം ഉപദ്രവിക്കുന്നതല്ല. ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊരു വസ്തുവും തന്നെ ഉപദ്രവിക്കുന്നതല്ല. വഹുവ അസ്-സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും തന്നെ. ആ അർത്ഥത്തിലുള്ള ഈ ദിക്ർ ഒരാൾ 3 തവണ പ്രഭാതത്തിലും 3 തവണ പ്രദോഷത്തിലും പറഞ്ഞാൽ ആ ദിവസത്തിൽ അവനെ യാതൊന്നും ഉപദ്രവിക്കുന്നതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി പറഞ്ഞ മറ്റൊരു ദിക്ർ. ഇപ്പൊ ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. നാളെ മുതൽ തന്നെ തുടങ്ങിക്കോ. സുബഹിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ അസ്-സമീഉൽ അലീം 3 തവണ വൈകുന്നേരവും അത് തന്നെ പറയുക, അത് സ്ഥിരമാക്കി ചൊല്ലുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥന, ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സംഭവം ഉദ്ധരിക്കുന്നു. ഒരാൾ റസൂലുള്ളാഹിയുടെ സന്നിധിയിലേക്ക് കയറി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖ്റബിൻ ലദഗതനിയൽ ബാരിഹ, ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തിപ്പോയി നബിയേ, ഇന്നലെ എന്നെ ഒരു തേള് കുത്തിപ്പോയി നബിയേ, എനിക്ക് വല്ലാത്ത വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അമാ ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം തദുറക. നിനക്കിങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? വൈകുന്നേരമായ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ. എങ്ങനെ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. അതാ പഠിച്ചു വെച്ചോ, രണ്ടാമത്തെ ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തദുറക, ആ തേളിന്റെ ഉപദ്രവത്തെ നിനക്ക് ബാധിക്കുകയില്ലായിരുന്നു. ഇത് റസൂലുള്ളാഹിയാണ് പറയുന്നത്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ 2709 ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണ്. സഹീഹായ വചനമാണ്. അത് തന്നെ റസൂലുള്ളാഹിയുടെ മറ്റൊരു വചനത്തിൽ കാണാം,
തിർമിദിയിൽ 3604 നമ്പർ ഹദീസിൽ പറയുന്നു, മൻ ഖാല ഹീന യുംസി 3 മററാത്തിൻ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുർറഹു ഹുമത്തുൻ തിൽക്കൽ ലൈല. ആരെങ്കിലും വൈകുന്നേര സമയത്ത് 3 തവണ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് 3 തവണ പറഞ്ഞാൽ ലം യദുർറഹു അവനെ ഉപദ്രവിക്കുന്നതല്ല, ഹുമത്തുൻ യാതൊരു വസ്തുവിന്റെയും വിഷം ബാധിക്കുന്നതല്ല, തിൽക്കൽ ലൈലത്തി ആ രാത്രിയിൽ. അപ്പൊ വിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെയുള്ള ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ള നമ്മളോട് പറയുന്നു, വൈകുന്നേര സമയത്ത് രാത്രിയായാൽ നീ പറഞ്ഞു പോയിക്കോ, അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ. എന്താണ് അതിന്റെ ആശയം എന്ന് കൂടി പഠിച്ചു വെക്കണം. അഊദു ഞാൻ അഭയം ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി തഅമ്മാതി അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന, പടച്ചതമ്പുരാന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന ഞാനിതാ കാവലിന് ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖ അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ശർറിൽ നിന്ന്. അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഓരോ വസ്തുവിനും ആപേക്ഷികമായി ഖൈറുമുണ്ട് ശർറുമുണ്ട്. ചില ആളുകൾക്ക് ചില വസ്തുക്കൾ ഖൈറാകുമ്പോ ചിലർക്ക് അതേ വസ്തു തന്നെ ഉപയോഗിക്കുന്നത് ഷർറാകും. അത് ആപേക്ഷികമാണ്. ഒരു നല്ല കാറ്റ് കൊള്ളുമ്പോ ചില ആൾക്കാർക്ക് അത് വല്ലാത്തൊരു സുഖമാണ്. വേറെ ചില ആളുകൾക്ക് ആ കാറ്റ് കൊണ്ടതുകൊണ്ട് ജലദോഷം പിടിക്കുന്നു, അസുഖം പിടിക്കുന്നു, പനി വരുന്നു. വേറെ ചിലർക്ക് ആ കാറ്റ് കിട്ടിയപ്പോഴാ അവന്റെ പല അസുഖങ്ങളും മാറിയത്. ഒരേ കാറ്റ് കൊണ്ടപ്പോ തന്നെ ചിലർക്കത് ഖൈറായി, ചിലർക്കത് ഷർറായി. ഒരേ വസ്ത്രം തന്നെ ചിലർ ധരിക്കുമ്പോൾ അവർക്ക് അലർജി ഒന്നുമില്ല, വേറെ ചിലർ ധരിക്കുമ്പോഴതാ അവർക്ക് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നു, അവിടെവിടെയായി ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു, അവന് സുഖം തോന്നുന്നില്ല. അപ്പൊ ഒരേ വസ്ത്രം തന്നെ ചിലർ ധരിക്കുമ്പോൾ അവർക്ക് ഖൈറാണ്, ചിലർക്കത് ഷർറാണ്. ചിലർക്ക് ചില വെള്ളത്തിൽ കുളിച്ചപ്പോ ഒന്നും സംഭവിച്ചില്ല, അതേ യാത്രയിൽ തന്നെ വേറൊരു മനുഷ്യൻ കുളിച്ചപ്പോൾ അവൻ അസുഖം വന്നു. അപ്പൊ ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കള്, അത് സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ, അതുപോലെ തന്നെ വെള്ളമാകട്ടെ തീയാവട്ടെ കാറ്റാവട്ടെ, ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ, ചില ഭക്ഷണം ചില മനുഷ്യന്മാര് കഴിച്ചപ്പോ ഒന്നും സംഭവിക്കുന്നില്ല, വേറെ ചിലർ കഴിക്കുമ്പോൾ അത് അവർക്ക് വല്ല വിഷമങ്ങളും ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ലോകത്തുള്ള അല്ലാഹുവിന്റെ മഖ്ലൂക്കുകൾക്കൊക്കെ മനുഷ്യരെ അപേക്ഷിച്ചു നോക്കുമ്പോ ആപേക്ഷികമായി ചിലതിന് ഖൈറുണ്ട് ചിലതിന് ഷർറുണ്ട്. ആ ഖൈറിന് മാത്രം ചോദിച്ചുകൊണ്ട് എല്ലാ മഖ്ലൂക്കുകളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന സർവ്വവിധത്തിലുള്ള ഷർറിൽ നിന്നും അല്ലാഹുവിനോട് കാവലിന് ചോദിക്കാൻ പഠിപ്പിക്കുന്ന ദുആയാണിത്. അഊദു ബികലിമാത്തില്ലാഹ് അല്ലാഹുവിന്റെ വചനങ്ങൾ മുഖേന, പരിപൂർണമായ വചനങ്ങൾ മുഖേന ഞാനിതാ കാവലിന് ചോദിക്കുകയാണ്. മിൻ ശർരി മാ ഖലഖ അവൻ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളുടെ എല്ലാം ഷർറിൽ നിന്ന്. ഈ ആശയം നമുക്ക് സൂറത്തുൽ ഫലഖിൽ കാണാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ള സർവ്വ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് രാത്രി അതിന്റെ ഇരുൾ മൂടി വരുമ്പോഴുണ്ടാകുന്ന ഷർറിൽ നിന്ന്. മിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദി കെട്ടുകളിൽ മന്ത്രിച്ചൂതിക്കൊണ്ട് ഷർറ് പരത്തുന്ന ആളുകളുടെ ഷർറിൽ നിന്ന്. മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരൻ അസൂയ വെച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുക്കളിൽ നിന്ന്. അങ്ങനെയൊക്കെ നമ്മൾ തേടുന്നുണ്ട്. ആശയം ആറ്റിക്കുറുക്കി ഈ പ്രാർത്ഥനയിൽ വന്നു. റസൂൽ പറയാണ്, ഇത് പറഞ്ഞോ, അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കിയാൽ ചുരുങ്ങിയത് നമ്മുടേതായ നിത്യജീവിതത്തിൽ ഇപ്പോ 1-2 മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞതിന് പുറമെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതൊരു ദിവസം 100 തവണ ചൊല്ലാം. പിന്നെ എണ്ണവും കണക്കുമില്ലാത്തത്ര വേറെയും ചൊല്ലാം. എണ്ണം പിടിച്ചിട്ട് 100 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. എണ്ണം പിടിച്ച് 100 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. കാരണം അതിന്റെ പ്രത്യേകം പോരിശ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എണ്ണം പിടിച്ച് 100 തവണ ചൊല്ലൽ സുന്നത്താണ്. അതിന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഈ എണ്ണം പിടിക്കാൻ വേണ്ടി വിരലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റുള്ള സംഭവങ്ങളൊന്നും സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല.
അതുകൊണ്ട് തസ്ബീമാല ഉപയോഗിക്കുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല. പിന്നെ എണ്ണം മറിഞ്ഞു പോകില്ലേ എന്നാണ് പറയുന്നത്. എണ്ണം പിടിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകൾ 100 എണ്ണത്തിന്റെ പുറത്തേക്ക് പോയിട്ടില്ല. 100 എണ്ണം നമ്മുടെ വിരലുകളിൽ പിടിക്കാൻ സുഖമാണ്. അതിനപ്പുറമുള്ള 4444 വട്ടമുള്ള എണ്ണം ഇബ്ലീസ് പഠിപ്പിച്ച എണ്ണമാണ്. 70,000ന്റെ കണക്ക് ഇസ്ലാം പഠിപ്പിച്ച എണ്ണത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ പല എണ്ണങ്ങളും റാത്തീബിലും മൗലൂദിലും ഒക്കെ കാണുന്നുണ്ട്. ലാ ലാ, അല്ലാ അല്ലാ, ഇല്ല ഇല്ല, ആഹ് ആഹ് എന്നൊക്കെ പറയുന്ന, ഒച്ചയിടുന്ന, അതുപോലെ തന്നെ അലറി വിളിക്കുന്ന കുറെ ഇല്ലാത്ത ഈ ഇബ്ലീസിയൻ ദിക്റുകളുണ്ട്. അതൊന്നും ചൊല്ലൽ മുസ്ലിമിന് പാടുള്ളതല്ല. മുസ്ലിം ചൊല്ലേണ്ട ദിക്റുകൾക്ക് റസൂലുള്ള പഠിപ്പിച്ചിരുന്ന എണ്ണങ്ങൾ പിടിക്കാൻ നല്ലത് അവന്റെ വിരലുകളാണ്. അത് തന്നെ വലത്തെ കൈ വിരലുകൾ കൊണ്ട് നമ്മൾ എണ്ണം പിടിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഐമാനുകൾ കൊണ്ട്, യമീനുകൾ കൊണ്ട് എണ്ണം പിടിച്ചോ, അനാമിലുകൾ കൊണ്ട്, വിരലുകൾ കൊണ്ട് നിങ്ങൾ എണ്ണം പിടിച്ചോ. കാരണം അത് മുസ്തൻതഖാത്തുൻ, നാളെ പരലോകത്ത് അവ സംസാരിക്കാൻ ആവശ്യപ്പെടുന്ന വിരലുകളാണ്. സംസാരിക്കുമ്പോൾ ആ വിരലുകൾ നമുക്ക് അനുകൂലമായിട്ട് റബ്ബിനോട് പറയും, ഇതാ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവൻ ദിക്ർ ചൊല്ലിയവനാണ് റബ്ബേ എന്ന്. അത് നമ്മുടെ കൈകൾ സംസാരിക്കുന്ന ലോകമാണ്, കാലുകൾ സാക്ഷി പറയുന്ന ലോകമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീല് വെക്കുന്ന ദിവസം, വതുകല്ലിമുനാ, നമ്മളോടൊന്ന് സംസാരിക്കും, ഐദീഹിം, അവരുടെ കരങ്ങൾ, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിട്ടുള്ള ചെയ്തികളെ കുറിച്ച് അവരുടെ കാലുകൾ സാക്ഷി പറയും. അത് കാഫിറിന് അവന് പ്രതികൂലമായിട്ട് പറയുമ്പോ, മുസ്ലിമായ മനുഷ്യൻ അനുകൂലമായിട്ടും അവന്റെ എല്ലാ പരിസരങ്ങളും സംസാരിക്കുന്നതാണ്. നമ്മൾ ചെയ്യുമ്പോ, ഒരു നന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ വരെ, അതുപോലെ തന്നെ തിന്മ ചെയ്യുന്ന സന്ദർഭത്തിലും പരിസരത്തുണ്ടായിരുന്ന ഭൂമി വരെ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുന്നുണ്ട് എന്നാണല്ലോ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു വസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി എന്നതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം റസൂലുള്ള ചോദിക്കുകയാണ്, ഹൽ തദ്റൂന, നിങ്ങൾക്കറിയാമോ സഹാബത്തെ ഭൂമി എങ്ങനെയാണ് അതിന്റെ വർത്തമാനം പറയുന്നതെന്ന്? റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ചൊരു കാര്യം ചെയ്യുമ്പോ അതിന് ഭൂമി സാക്ഷിയാണല്ലോ. ആ ഭൂമി നാളെ അല്ലാഹുവിനോട് പറയും, ഇതാ ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നതെല്ലാം പ്രവർത്തിച്ചു, പറഞ്ഞു, ചെയ്തു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ അനുകൂലമായിട്ട് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ദുആകൾക്കും ദിക്റുകൾക്കും എണ്ണം പിടിക്കാൻ നമ്മുടെ വലത് കൈ വിരലുകൾ ഉപയോഗിക്കുക. ഒരു നാളെ പരലോകത്ത് നമുക്ക് അനുകൂല സാക്ഷിയായിട്ട് വരും. ഫഇന്നഹുന്ന മുസ്തൻതഖാതുൻ, അവയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. ഈ തസ്ബീ ഇങ്ങനെ ഓരോരുത്തർ തസ്ബീ കൊണ്ടുനടക്കുമ്പോൾ തന്നെ വല്ല പ്രശ്നമുണ്ട്. തസ്ബീ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് റിയാവ് വന്നുപോകും. അപ്പൊ എങ്ങനെ മാലെങ്ങനെ വരയ്ക്കണം, അപ്പം വലിയ ദിക്റിന്റെ ആളാണ് തോന്നൽ, അവനൊരു തോന്നൽ ഞാൻ വലിയ ദിക്റിന്റെ ആളാണ്. വേറെ ചില ആൾക്കാർക്ക് ഈ തസ്ബീ മാല ഉപയോഗിക്കൽ ഇതൊരു ഫാഷനാണ്. ഇവരൊന്നും ചൊല്ലുന്നില്ല. ഇവരിങ്ങനെ വർത്താനം പറയുമ്പോൾ ഇതും ഇങ്ങനെ വെറുതെ കാട്ടുണ്ട്, ഇങ്ങനെ കാട്ടും, കള്ളുടിച്ചോണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ കാട്ടും, ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വേറെ വർത്താനവും പറയുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ മറിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് വരെ ഒരു ഹോബിയാ. വേറെ ചില നാട്ടുകാരുടെ ഒരു സിമ്പലാണെന്ത്, ഇങ്ങനെ ഒരു തസ്ബീ മാല ഇങ്ങനെ നാട്ടിൽ. അപ്പൊ ഈ നിലക്കല്ല നമ്മൾ റസൂലുള്ള പഠിപ്പിച്ച എണ്ണം. റസൂലുള്ള പഠിപ്പിച്ച എണ്ണം നിസ്കാരത്തിലാണ് 33 നിസ്കാരം കഴിഞ്ഞാൽ. പിന്നെ ഈ 100 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്റുകളാ. ഇതൊക്കെ നമുക്ക് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് നിർദ്ദേശിച്ചതെന്ന് ഞാനൊരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. ദുആകളുടെയും ദിക്റുകളിലെയും കവാടം അങ്ങ് തുറന്നാൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അദ്കാർ എന്ന ഗ്രന്ഥം പ്രസിദ്ധമാണ്. എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ഒരുപാട് അതിലുണ്ട്. സ്വഹീഹായ നിലക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ദിക്റുകൾ അതിലുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള ദിക്റുകളും അതിൽ ഒറ്റപ്പെട്ട നിലക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം ദിക്റുകളും ദുആകളും അത് റസൂലുള്ള പഠിപ്പിച്ചിരുന്ന ദിക്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാ പണ്ഡിതന്മാരുടെയും ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ അൽ-അദ്കാറു വദ്ദഅവാതി എന്ന് മറിച്ചു നോക്കിയാൽ പേജുകളോളം ഒരു മേഖല തന്നെ നമുക്ക് കാണാം.
പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമിന്റെ ജീവിതത്തിൽ എത്രയാ നമ്മളത് ചൊല്ലാറുള്ളത്? നമുക്ക് എവിടെയാണത് ചൊല്ലാൻ താല്പര്യമുള്ളത്? ചൊല്ലുന്നവർ തന്നെ അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകം ഇന്ന് അശാന്തിയിലാണ്, ശാന്തിയില്ലാത്ത മനസ്സുകളാണ്. നമ്മുടെ മനസ്സിന് സ്വസ്ഥത വേണോ, നമ്മുടെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ അതാ റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറയുന്നു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സത്യവിശ്വാസികളായ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾക്ക്, അവരുടെ ടെൻഷനുകൾക്ക്, അവരുടെ അശാന്തിക്ക് ഒരാശ്വാസം കിട്ടുന്നത് ദിക്റുകൾ കൊണ്ട് മാത്രമാണ്. അലാ, നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിന്റെ മനസ്സിൽ നിലനിർത്തുന്നതിലൂടെ മാത്രമേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിലുള്ള കാറ്റും കോളും ശമിക്കുകയുള്ളൂ. എന്തൊക്കെ ടെൻഷനായിന്ന്! മിക്കവാറും ഏറ്റവും കൂടുതൽ ടെൻഷന്റെ ആളുകളാരാ? പ്രവാസികളാണ് ആ കണക്കെടുപ്പിൽ പറയുന്നത്. മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത്, കണക്കുകൾ നിരത്തിയിട്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ളത് പ്രവാസികളുടെ കൂട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ മനോരോഗികളുള്ളത് പ്രവാസികളുടെ കൂട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ മനോരോഗം നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ ഇണകളുമാണ്. ഇത് നമ്മൾ പറയുന്ന കണക്കല്ല, സൈക്കോളജിസ്റ്റുകൾ പുറത്തുവിടുന്ന കണക്കാണ്. എന്താണ് ആ പറയുന്നതിലൂടെയൊക്കെ? മനുഷ്യന് താങ്ങാനാവാത്ത ഒരുപാട് പ്രശ്നങ്ങളും നികത്താനാവാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകളും അവന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ടുകൂടുമ്പോ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ തോന്നിയാസങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുക, അനുഭവിക്കുക. ടെൻഷൻ തീരാൻ വേണ്ടി ലോകത്തതാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിമിനിതാ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുള്ള വരുന്നെന്താണെന്നോ? അലാ, നിങ്ങൾ അറിയണേ, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അത് നിസ്കാരത്തിലൂടെ ഓർക്കുന്നു, നിസ്കാരത്തിന്റെ ശേഷം ഓർക്കുന്നു. എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കാനുള്ള അവസരമുണ്ട്. ആ ഓർക്കുമ്പോൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദുആകളും ദിക്റുകളുമൊക്കെ ആശയം മനസ്സിലാകുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു സമാധാനമുണ്ടാകും. ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? എന്റെ റബ്ബല്ലേ എന്നെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്, അവൻ എന്നെ സംരക്ഷിക്കാതിരിക്കില്ല എന്നൊരു ബോധം നമുക്കുണ്ടാകുമ്പോ നമ്മുടെ ടെൻഷനുകൾക്കത് പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദുആകളും ദിക്റുകളും നിങ്ങൾ കൂടുതൽ പഠിക്കണം, ആശയം മനസ്സിലാക്കണം, അത് നിത്യവും ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, പ്രദോഷത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ, ഓരോ അവസരത്തിലും ചൊല്ലേണ്ട ദിക്റുകളുടെ ഒരുപാട് തന്നെയുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ തുടർച്ചയായി വിശദീകരിക്കാവുന്നതാണ്. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഒരു ആമുഖമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ദിക്റുകളിലേക്കും ദുആകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധകൾ വളരണം, അത് പഠിക്കണം. അത് പഠിക്കാനെമ്പാടും അവസരങ്ങളുണ്ട്, അർത്ഥസഹിതം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. നിങ്ങളത് കേട്ട് അതുപോലെ തന്നെ വായിച്ചു മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരണം. വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് അത് പ്രചരിപ്പിച്ചു കൊടുത്തവരെയും അതിന്റെ വക്താക്കളാക്കണം. എന്നാൽ സമാധാനം നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകും. അത് അല്ലാഹു തആലയുടെ ഓഫറാണ്, വേറെ ഈ ലോകത്തൊരു ഭരണാധികാരി തന്ന ഓഫറല്ല. മനസ്സംഘർഷത്തിന് അയവ് വരുത്തുവാൻ, മനഃശാന്തി ലഭിക്കുവാൻ ദൈവസ്മരണ മാത്രമാണ് പ്രായോഗികമായി നമുക്കുള്ള മരുന്ന്. അത് നമ്മൾ മനസ്സിലാക്കുക, പടച്ചതമ്പുരാന്റെ നിർദ്ദേശത്തെ മാനിക്കുക. നിർബന്ധമായും നാം ചൊല്ലേണ്ടുന്ന ദിക്റുകളാണ് നമസ്കാരത്തിലും മറ്റുമുള്ളത്. അതല്ലാത്ത ഒരുപാട് ഐച്ഛികമായ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. എല്ലാം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശയവും അർത്ഥവും ഗ്രഹിച്ചുകൊണ്ട്, അപ്പോഴേ നമ്മുടെ വിശ്വാസം നന്നാവൂ, നമ്മുടെ സ്വഭാവം നന്നാകൂ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, മനസ്സിനെ വിമലീകരിക്കാൻ ദുആകൾക്കും ദിക്റുകൾക്കും കഴിവുണ്ട്. അത് അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധയതിലേക്ക് കൂടുതൽ വരട്ടെ. സർവശക്തനായ അല്ലാഹു അവനെ യഥാവിധി ഓർക്കുന്ന, അവനെ സ്മരിക്കുന്ന, അവൻ പഠിപ്പിച്ചിരുന്ന വിശ്വാസാചാരങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന നല്ലവരിൽ, മനസ്സമാധാനമുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സർവശക്തൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ, പ്രവൃത്തികളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും മനസ്സമാധാനവും ചൊരിയുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.